കഴിഞ്ഞ മെയ് 20-ന് പെരിയാറിൽ വീണ്ടും മലിനീകരണം ഉണ്ടാവുകയും നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നഷ്ടം വന്നവർക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് സേവ് പെരിയാർ ആക്ഷൻ കൗൺസിൽ നടത്തുന്ന പോസ്റ്റ് കാർഡ് ക്യാമ്പയിൻ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പോസ്റ്റ് കാർഡ് തയ്യാറാക്കി ഉദ്ഘാടനം ചെയ്തു. എഴുതിയൊപ്പിട്ട പോസ്റ്റ് കാർഡ് പാസ്റ്റർ കൗൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിന് കൈമാറിക്കൊണ്ടാണ് അദ്ദേഹം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. വിഷയത്തിൽ ഇടപെടുന്നതിനും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വരാപ്പുഴ അതിരൂപത സേവ് പെരിയാർ ആക്ഷൻ കൗൺസിലിന് രൂപം നൽകിയിരുന്നു. ജൂൺ 9 ഞായറാഴ്ച വരാപ്പുഴ അതിരൂപതയിലെ എല്ലാ ഇടവകളിലും സേവ് പെരിയാർ പോസ്റ്റ് കാർഡ് ക്യാമ്പയിൻ സംഘടിപ്പിക്കും. വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ഹൗസിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടകന്തല, വരാപ്പുഴ അതിരൂപത നിയുക്ത സഹായ മെത്രാൻ മോൺസിഞ്ഞോർ ആന്റണി വാലിങ്കൽ, വികാർ ജനറൽ മോൺസിഞ്ഞോർ മാത്യു കല്ലിങ്കൽ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. മലിനീകരണത്തെ തുടർന്ന് പോലീസിൽ നൽകിയ പരാതികൾ പലതും വാദികളുടെ മൊഴി പോലും എടുക്കാതെ അവസാനിപ്പിച്ചതായി അറിയിപ്പ് കിട്ടിയ സംഭവത്തിൽ തുടർന്ന് ചേർന്ന ആക്ഷൻ കൗൺസിൽ യോഗം ശക്തമായി പ്രതിഷേധിച്ചു. കുറ്റക്കാരെ കണ്ടുപിടിക്കാതെ കേസ് നടപടികൾ അവസാനിപ്പിച്ച പോലീസ് നടപടിക്കെതിരെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് പരാതി നൽകും. കുറ്റക്കാരെ കണ്ടുപിടിക്കാതെ കേസ് നടപടികൾ അവസാനിപ്പിച്ച പോലീസ് നടപടിക്കെതിരെ DGPക്ക് പരാതി നൽകും. ശരിയായ അന്വേഷണവും തുടർ നടപടികളും ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും സമിതി ഭാരവാഹികൾ അറിയിച്ചു.